പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് നമ്മുടെ ഡെയിലി ബ്രെഡിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവർ പലരും ഡെയിലി ബ്രെഡ് റെഫർ ചെയ്യുന്നുണ്ട്. ഇന്നലെയും കൊണ്ട് ഒരാൾ റെഫർ ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ ഇടയ്ക്ക് പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലുമായിട്ട് ആ സ്ഥലത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡ് കൂടുകയും അതിൻ്റെ പ്രാർത്ഥനയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് ആ സ്ഥലത്ത് നിങ്ങൾ പോയി ആ സ്ഥലത്തെ ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ അങ്ങനെ ഒരു സാക്ഷ്യം നല്ല വന്നത് എന്താ വെച്ചാൽ, അവർ വർഷങ്ങളായിട്ട് അവർക്ക് പല തടസ്സങ്ങളും പല ശത്രുതയും കാരണം, പലരുടെയും ശത്രുത കാരണം ഗേറ്റ് വെക്കാൻ പറ്റണില്ലായിരുന്നു. 8 ദിവസം ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച ആ സമയത്ത് 8 ദിവസങ്ങൾക്കുള്ളിൽ ആ തടസ്സം മാറി ഒരു ഗേറ്റ് വെച്ചു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത് നമ്മുടെ ഇപ്പം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നിയെന്നാണ് പറയണത്? കരുതൽ തോന്നി അല്ലേ? അവരുടെ അനുകമ്പയാണ് തോന്നിയത്. അത് വായിച്ചത് മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ അതായത് ദൈവത്തിന് നമ്മളോട് അനുകമ്പ തോന്നുമ്പോൾ തന്നെ ആ ലൈഫ് സിറ്റുവേഷൻ ചേഞ്ചാകെ. എന്താണ്? അവിടെ വിശപ്പ് മാറി, അവിടെ വിശപ്പ് അന്വേഷിക്കാനും കേൾക്കാനും തിരക്കാനും ഒക്കെ ഒരാളുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ഇൻ്റർലോക്ക് വചനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്താൽ ഉടനെ ദൈവം അത് പറഞ്ഞില്ലേലും പ്രതീക്ഷിക്കണം. എന്താണെന്ന് വെച്ചറിയാം, അത് മറിച്ച് നമ്മളും ചെയ്യണമെന്നാണ്. പക്ഷേ അത് ഭയങ്കര ദൈവം ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് മറിച്ച് പരസ്പരമാണ് ഈ വിഷയം. അതായത് നമ്മളും അതുപോലെ ചെയ്യണമെന്നാണ്. അതല്ലേ, നീയും പോയി അതുപോലെ ചെയ്യാനൊക്കെ ഈശോ പറയത്തില്ലേ? അതിനടുത്ത് ലൂക്കാ 10:37 യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പം ദൈവം ഉദ്ദേശിക്കണത്, ദൈവം എന്തെങ്കിലും എന്ത് വചനം പറഞ്ഞാൽ നമ്മളത് കേൾക്കുക മാത്രമല്ല, നമ്മൾ തിരിച്ച് മറ്റുള്ളവരോടും ഇനി ദൈവത്തോടും അതുപോലെ തന്നെ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.